ജോർജറ്റ് ഫാബ്രിക്കിൽ ചല വർക്ക് ചെയ്തിട്ടുള്ള ഗോർജസ് ആയിട്ടുള്ള ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ചല വർക്ക് നെക്ക് വിത്ത് ദുപ്പട്ട സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ പാൻസ്. പ്രൈസ് ഈസ് 1695 1695 റെഡി ഫോർ ഡെസ്പാച്ച് എക്സ്പ്രസ് ഡെലിവറി. ഞാൻ ഇതിന് മുന്നേ പലപ്പോഴും അപ്ലോഡ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമന്റ് കാണാനുണ്ടായി, ഇത് വാഷ് ചെയ്ത ശേഷം കളർ പോയതായിട്ടൊരു കസ്റ്റമറിന്റെ കമന്റ് കണ്ടു. എൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ, ഹാൻഡ് ഡൈൻ ചെയ്തിട്ടുള്ള ലേസ് ബോർഡേഴ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുണ്ടാവുക. സോ മേ ബി ലേസിന്റെ കളർ ആയിരിക്കും ഇളകുക, നമ്മുടെ ജോർജറ്റിന്റെ കളർ ഇളകത്തില്ല. ഇത് ഹാൻഡ് വാഷ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഹാൻഡ് വാഷ് പോസിബിൾ ആണ്. കളർ ഗാർഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കിട്ടും. കളർ ഗാർഡും ഷാമ്പൂവും യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കുക. കളർ പോയാലും കളർ ഫെയ്ഡ് ആവത്തില്ല, കളർ ഫിക്സ് ആവുകയും ചെയ്യും. ഇനി അതർവൈസ് നിങ്ങൾ ഷാമ്പൂന് കഴുകിയെടുത്താലും കളർ പോകുന്നുണ്ടെങ്കിലും ഇത് ലേസിന്റെ ഹാൻഡ് ഡൈങ് ആയുള്ള ലേസിന്റെ കളറായി പോകാനാ ചാൻസ്. അത് ഒരുപാട് നേരം മുക്കി വെക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുത്ത് പെട്ടെന്ന് നമ്മൾ കഴുകിയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇത് ലാസ്റ്റ് ചെയ്തോളൂ. എനിക്കുണ്ട് ഈ സെയിം സൽവാർ, ഒരു കുഴപ്പവും എൻ്റെ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സൽവാറുണ്ട്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സോ തെറ്റിദ്ധാരണകൾ കാരണമാണ് അതിന്റെ കളർ ഫീഡായി എന്നുള്ള കമന്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. എന്ത് സംഭവങ്ങളും ഫാൻസി ആയിട്ട് എല്ലാ ഡ്രസ്സുകളും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടേ അതെങ്ങനെ വാഷ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുള്ളൂ. ഇപ്പൊ ഗോൾഡ് അങ്ങനെയല്ലേ, നമുക്ക് ചില ഗോൾഡുകൾ ഡെയിലി വീട്ടിൽ ഇടാൻ പറ്റും, ചിലത് ഇടാൻ പറ്റത്തില്ല, നമ്മൾ ഇട്ട് ഊരി എടുത്ത് വെക്കണം. അങ്ങനത്തെ ഒരു ടേം തന്നെയാണ് ഡ്രസ്സിനും. ചില ഡ്രസ്സുകൾ നമ്മൾ എങ്ങനെ റഫ് യൂസ് ചെയ്താലും ഒന്നും പറ്റില്ല, പക്ഷെ നമ്മളത് ഒബ്സർവ് ചെയ്ത് ഇപ്പൊ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും മിഷൻ യൂസ്, അതായത് വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകാനേ പറ്റത്തില്ല. പിന്നെ അഥവാ ഫാൻസി ആയിട്ടുള്ള എനി ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് കഴുകാൻ ഹാൻഡ് വാഷ് പോസിബിൾ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് വെള്ളത്തിൽ ഊരിയെടുത്ത് ക്ലിപ്പ് ചെയ്ത് സെപ്പറേറ്റ് വിരിച്ച് എടുത്തേക്കുക. അഥവാ കളർ പോകത്തില്ല, എൻ്റെ അങ്ങനെ ചെയ്തിട്ട് പോയിട്ടില്ല കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട്. അഥവാ കളർ പോവുകയാണെങ്കിലും കളർ ഫെയ്ഡ് ആകത്തില്ല. ഫോക്സ് ഒരിക്കലും കളർ പോകത്തില്ല, കാരണം ഫോക്സ് ഒരു ടൈപ്പ് ഓഫ് സിന്തറ്റിക് ഫാബ്രിക് ആണ്, ഒരിക്കലും പോകത്തില്ല. ഇത് മേ ബി കളർ പോകാൻ ചാൻസ് ഇതിന്റെ ലേസ് ബോർഡേഴ്സ് ആണ്. അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുക, ആദ്യത്തെ യൂസ് ഡ്രൈ ക്ലീൻ ചെയ്ത് പിന്നെ വേണമെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാം. കാരണം ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീൻ ആകുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഡൈ പോകണ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ആവും. സോ ഡ്രൈ ക്ലീൻ ചെയ്ത് റീയൂസ് ചെയ്യുക. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രീൻ, ബ്യൂട്ടിഫുൾ ഗ്രീൻ, 1695 റെഡി ഫോർ ഡെസ്പാച്ച് എക്സ്പ്രസ് ഡെലിവറി. ഇതൊക്കെ ഞാൻ 3ഉം 4ഉം റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ 1000 സംതിങ്ങിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്തത് തന്നെ ഫോക്സിൽ ചെയ്തുകൊണ്ടാണ്. ഫോക്സ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്, ഫോക്സ് ഒരിക്കലും കളർ പോകത്തില്ല, അങ്ങനെയാണ് ഈ ഫോക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെറൂൺ. നെക്സ്റ്റ് ഈസ് ജെറ്റ് ബ്ലാക്ക് ടോൺ, എക്സ്പ്രസ് ഡെലിവറി ആണ്. വിത്തിൻ 3 days ഇൻസൈഡ് ഇന്ത്യ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. ബ്ലാക്കിന് കോൺട്രാസ്റ്റ് ഈസ് ഗ്രേ വിത്ത് ദുപ്പട്ട, സെയിം കളർ തന്നെ വരുന്ന ബോട്ടം. നെക്സ്റ്റ് ഈസ് നേവി ബ്ലൂ, ഗോർജസ് ആയിട്ടുള്ള ഡീപ് ബ്ലൂ ടോൺ വിത്ത് ഇതുപോലെ തന്നെ വരുന്ന ചല വർക്ക് വിത്ത് ദുപ്പട്ട, സെയിം കളർ ഷാൻറ്റോൺ പാൻസ്. അടുത്തത് അതുപോലെ തന്നെ ബോട്ടം നോക്കുക, പ്യുവർ ഷാൻറ്റോൺ ആണെങ്കിൽ അത് ഇതുപോലെ തന്നെ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. സെമി ഷാൻറ്റോൺ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കഴുകുക. അപ്പൊ ഫാബ്രിക് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വാഷിംഗ് മെത്തേഡ് എടുക്കാവുള്ളൂ. പേർപ്പിൾ, ബ്യൂട്ടിഫുൾ പേർപ്പിൾ ടോൺ വിത്ത് ബോട്ടം. ഫൈനലി മസ്റ്റേർഡ് യെല്ലോ ഓർ മാംഗോ യെല്ലോ ടോൺ, നല്ല രസമുള്ള മാമ്പഴ മഞ്ഞ കളർ. ഇത്രയും ഷെയ്ഡുകളാണ് ഈ ഒരു വെരി സ്പെഷ്യൽ സീരീസിൽ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. റെഡി ഫോർ ഡെസ്പാച്ച് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.